അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ചെയ്യുന്നത്. അതെ, നല്ല നാടൻ വെള്ളപ്പം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ വെള്ളപ്പം ഏത് കറീൻ്റെ കൂടെയും നല്ല മാച്ചായിരിക്കും. ഇനി കറിയൊന്നും ഇല്ലെങ്കിലും നല്ല തേങ്ങാപ്പാലിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. തലേന്ന് മാവൊക്കെ അരച്ച് വെച്ചതുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നമുക്കൊരു പ്രത്യേക എനർജി തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമ്മളെ വെള്ളപ്പം ഉണ്ടാക്കല്ലേ. ബിസ്മില്ലാ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നമുക്ക് ആദ്യം അരിയൊക്കെ ഒന്ന് കുതിർത്ത് വെക്കണ്ടേ. ഞാനിപ്പോൾ നമ്മളെ 250 ml കപ്പിൽ 3 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള അരി എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് നമ്മൾ ലുലുവിൻ്റെ വൈറ്റ് റൈസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളൊരു 2 ടേബിൾ സ്പൂണ് ഉഴുന്നാണ് ചേർക്കുന്നത്. ഇനി ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് നല്ല വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. നിങ്ങൾ ഏത് വെള്ളമാണോ അരക്കാനൊക്കെ യൂസ് ചെയ്യുന്നത് അതേ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഈ അരി കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളത്തിൽ തന്നെയാണ് അരി അരച്ചെടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അരി പെട്ടെന്ന് പുളിക്കാനൊക്കെ നല്ലതാണ്. നമ്മൾ അരി കുതിർക്കാൻ വെച്ചിട്ട് ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടോ. നമ്മളെ പച്ചരിയൊക്കെ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. 2-3 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളെ പച്ചരി കുതിർന്ന് കിട്ടും. എന്നാലും നമ്മളൊരു 5 മണിക്കൂറൊക്കെ നല്ലോണം അരിയൊക്കെ കുതിർത്ത് വെച്ചാൽ നമുക്ക് നല്ല വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാനും നമ്മളെ വെള്ളപ്പത്തിൻ്റെ മാവ് നല്ലോണം പൊളിച്ച് കിട്ടാനൊക്കെ നല്ലതാണ്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിൻ്റെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുതിർത്ത് വെച്ച അരിയിൽ നിന്നും ഏകദേശം ഒരു പകുതി ഞാൻ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അതേ വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ്. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ കുറേ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കരുത്. അപ്പോൾ അരി പെട്ടെന്ന് അരഞ്ഞു കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊന്ന് ആദ്യം അരച്ചെടുക്കട്ടെ. നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ പച്ചരിയല്ലേ, പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഇനി ബാക്കിയുള്ള അരിയും പിന്നെ ഇതിലേക്ക് ഞാനൊരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയത് അതും കൂടി ചേർക്കുകയാണ്. പിന്നെ തേങ്ങൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. തേങ്ങ വേണമെങ്കിൽ 1/2 കപ്പ് എടുക്കുക, 1 കപ്പ് എടുക്കുക, പിന്നെ 1.5 കപ്പ് എടുക്കുക. ഇനി തേങ്ങ ചേർക്കണ്ടെന്നാണെങ്കിൽ ചേർക്കാതെ ഉണ്ടാക്കുക. ഞാൻ ചിലപ്പോൾ തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തേങ്ങാവെള്ളം ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ അത് ചേർക്കുക, ഇല്ലെങ്കിൽ നമ്മൾ അരി കുതിർത്ത് വെച്ച അതേ വെള്ളം തന്നെ ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ചോറൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. ചോറിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം കേട്ടോ. വേണമെങ്കിൽ ഒരു 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെയൊക്കെ ചോറ് എടുത്താലും മതി. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള വെള്ളപ്പം കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പാണെങ്കിൽ ഒരു 1.5 കപ്പ് എടുക്കുക. ഇതിലും കൂടരുത്, കൂടിയാൽ ചിലപ്പോൾ നമ്മളെ വെള്ളപ്പം ശരിയാവില്ല. ഇതിപ്പോൾ കുറുവ അരിൻ്റെ ചോറാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മട്ട അരിൻ്റെ ചോറും എടുക്കാം. നല്ല വെള്ള ചോറാകുമ്പോൾ വെള്ളപ്പത്തിന് നല്ലൊരു വെള്ള കളറും കിട്ടും. ഇനി ഇത് നമ്മളെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴാണ് നമ്മുടെ മാവ് നല്ല പോലെ പുളിപ്പിച്ചെടുക്കാൻ പറ്റുക. ഇനി ഇതൊരു 10 മുതൽ 12 മണിക്കൂർ വരെ നമുക്ക് പുളിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പിന്നെ കാലാവസ്ഥക്കനുസരിച്ചിട്ട് ഈ സമയവും മാറും. ചിലപ്പോൾ ഇതിനേക്കാളും അധികം സമയം എടുക്കും തണുപ്പൊക്കെ ആണെങ്കിൽ. അപ്പോൾ പിന്നെ നമ്മൾ ഓവനിലൊക്കെ ലൈറ്റ് ഇട്ടിട്ട് അതിൻ്റെ ചൂടിൽ വെക്കുക, അല്ലെങ്കിൽ അടുപ്പിൻ്റെ ചൂടുള്ള സ്ഥലത്ത് വെക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ ഒന്ന് പെട്ടെന്ന് പൊളിച്ച് കിട്ടും. നമ്മളെ മാവൊക്കെ നന്നായിട്ട് പുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും പിന്നെ 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർക്കാം. ഇനി നിങ്ങൾ തേങ്ങാവെള്ളം ചേർക്കാതാണ് അരച്ചെടുത്തതെങ്കിൽ ഈ സമയം നമുക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർക്കേണ്ടി വരും. പിന്നെ ഈ മാവ് അധികം തിക്കാവുകയും ചെയ്യരുത്, എന്നാൽ അധികം ലൂസാവുകയും ചെയ്യരുത്. നമ്മളെ ദോശമാവിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഞാനിതിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. സാധാരണ ഞാൻ ഇതിൽ വെള്ളം ചേർക്കുമ്പോൾ അളന്നെടുത്തിട്ടൊന്നുമല്ല ചേർക്കുക. എന്നാലും ആദ്യമായിട്ടൊക്കെ വെള്ളപ്പം ഉണ്ടാക്കണവർക്കൊക്കെ അതിൻ്റെ ഒരു തിക്നെസ്സും ഇതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളപ്പം ഒന്ന് ചുട്ടെടുക്കാം. ഞാൻ ആദ്യം കുറച്ച് കുട്ടി വെള്ളപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇത് മക്കൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തേക്കാൻ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചൂടാറിയാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ ഇരുമ്പിൻ്റെ ഒരു ചെറിയ ചട്ടിയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ തേച്ചിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. പാൻ നല്ല ചൂടായതിന് ശേഷം മാവ് ഒഴിക്കാം. തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ കുട്ടി വെള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്കറിയാം, ഞാൻ പൊരിക്കാനൊക്കെ എടുക്കുന്ന അതേ ചീനച്ചട്ടി തന്നെയാണ്.
നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇതിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാനിത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ചൊരു തുള്ളി എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതൊരു കയ്യിൽ മാവ് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇനി മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ആവി വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുക്കായിട്ടുണ്ടാവുമെന്ന്. നമ്മളെ വെള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഫുൾ വൈറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത്ര അധികം സമയം വെക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് സൈഡൊക്കെ നല്ല മൊരിഞ്ഞിട്ടുള്ള വെള്ളപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോറിൻ്റെ അളവൊന്ന് കുറച്ചാൽ മതി. 1 കപ്പോ അല്ലെങ്കിൽ 3/4 കപ്പ് ചോറൊക്കെ ചേർത്താൽ നല്ല മൊരിഞ്ഞ വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈസ്റ്റും ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മൾ സിമ്പിൾ നാടൻ വെള്ളപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.